പ്രേക്ഷകരോട് ഇതൊക്കെ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് അധികം ഉള്ളതൊക്കെ. എല്ലാവരും ഹാപ്പിയാണെന്ന് പറഞ്ഞു, എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും. അതേപോലെ ആയിരിക്കും എല്ലാവരും കാണുന്നവരെല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു. കോമഡി രംഗങ്ങളുള്ള സമയങ്ങളിൽ താങ്കളില്ല, അപ്പോൾ ഇപ്പോൾ തിയേറ്ററിൽ ഞാൻ ഈ പെർഫോമൻസൊക്കെ കുറേയൊക്കെ പിന്നെ ലൈവ് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര ആസ്വദിച്ചിട്ടാണ് ഇവരുടെ കൂടെ ആദ്യമായിട്ടാണ് ഇത്രയും സീനിയേഴ്സിൻ്റെ കൂടെ അഭിനയിച്ചത്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് അഭിനയിച്ചത്. അത് ആ ടീമിൻ്റെ നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ വൈബിലാണ് പിന്നെ സിനിമ സെറ്റ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഊർജ്ജമാണ് ഈ സിനിമയിൽ കാണുന്നത്. ആ വൈബ് സിനിമ കാണുമ്പോഴും ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും കണ്ടിട്ട് പറയും. അതെ, ആറാടിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്ക്, നിങ്ങളും കൂടി കണ്ടിട്ട് പറയും. ഓ പിന്നെ നന്നായി എനിക്ക് നന്നായിട്ട് വർക്കായി, പടം നന്നായിട്ട് വർക്കായി. പിന്നെ ഇവരൊക്കെ എല്ലാവരും ഒരുമിച്ച് കാണുമ്പോൾ ഒരു കൗതുകമുണ്ട്, സീനിയേഴ്സിനെ ഒരുമിച്ച് കാണുമ്പോൾ. പിന്നെ ദേവദത്തിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു പുതിയ രീതിയാണ്, അത് നന്നായിട്ടുണ്ട്. ടോട്ടൽ പടം എനിക്ക് നന്നായി വർക്കായി, നന്നായി ജനം സ്വീകരിക്കും. തമാശകളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി ഇതൊക്കെ അസലായിട്ടുണ്ട്. എല്ലാവരും ആക്ടിങ് ബേസിലൊക്കെ നോക്കുമ്പോൾ എല്ലാവരും നന്നായിട്ടുണ്ട്. പടം എനിക്ക് നന്നായി വർക്കായിരുന്നു. എല്ലാവരും കണ്ട് അഭിപ്രായം കേൾക്കാൻ വെയിറ്റ് ചെയ്യുന്നു. എന്തായാലും നല്ലൊരു എൻ്റർടൈനറാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പ്രൊമോഷൻ സമയത്തൊക്കെ നിങ്ങൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, സീനിയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് എക്സൈറ്റ്മെൻറ്റ്. പടം തിയേറ്റർ ഫൈനൽ ഔട്ട് കാണുമ്പോൾ എത്രത്തോളം എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക്? ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അവരെല്ലാവരും ഒന്നിനൊന്നിന് മെച്ചം. എന്താ പറയുക, എനിക്ക് പറയാനൊന്നുമില്ല, ഭയങ്കര ഹാപ്പിയാണ്. ഇനി എന്തായാലും പ്രേക്ഷകരാണല്ലോ പറയുന്നത്. ഈ പടത്തിൻ്റെ ചെറിയൊരു വേറൊരു പോർഷനിലാണ് നിങ്ങളുള്ളത്. തിയേറ്ററിലായിരിക്കും ഇവരെ കോമഡിയും ബാക്കിയുള്ള കാണുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു സീനിയർ ആക്ടേഴ്സിൻ്റെ കാര്യം? അടിപൊളിയായി. എനിക്കൊന്നും പറയാനില്ല. ഭയങ്കര നല്ല പടമാണ്, കാണണം. അതെ അതെ അതെ. അതിനകത്ത് പടത്തിൽ എന്താണോ പറയുന്നത് അതേ ഉള്ളൂ. എൻ്റെ നിലപാട് അത് തന്നെയാണ്. ശരി, താങ്ക് യു. പ്രേക്ഷകരുടെ കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സിനിമ ഒരു എൻ്റർടൈനറാണ്. ആ നിലയിൽ എല്ലാവരും എൻ്റർടൈൻ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഒരു ഫുൾ പാക്ക് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ജനങ്ങളെ രസിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. മൊത്തത്തിൽ സീനിയേഴ്സൊക്കെ ഒരു ആറാടി എന്ന് പറയുന്നുണ്ട് പ്രേക്ഷകരോടൊക്കെ. അപ്പോൾ എല്ലാ സന്തോഷമാണ്. അങ്ങനെ സന്തോഷമല്ലേ, പ്രേക്ഷകർക്ക് ഇഷ്ടമായി. അവർക്ക് ഇഷ്ടമാകാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഇഷ്ടമായി എന്നുള്ളത് വളരെ സന്തോഷമാണ്. ഇനി വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ എന്തൊക്കെയാണ് റെസ്പോൺസസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. ഓക്കെ. ഭയങ്കര ഫൺ മൂവിയായിരുന്നു. ചിരിച്ച് കുറേ നേരം ഇരുന്ന് ചിരിച്ച പോലെ തോന്നി. അതെ 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 അതെ. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഒരു ഹീറോയിൻ ബാക്കി സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് എന്ന് തോന്നിയില്ല. എല്ലാവരും ക്യാരക്ടേഴ്സായിട്ട് തോന്നി. ആൻഡ് എല്ലാവരുടെ ഇതിലും ഒരു ഹ്യൂമർ എലിമെൻറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഫെൽറ്റ് സോ നൈസ് ടു വാച്ച്. അശോകൻ ചേട്ടനാണെന്നുണ്ട്. അല്ല, ആക്ച്വലി ആ ഓൾഡർ ക്യാരക്ടേഴ്സ് എല്ലാവരും ചിരിപ്പിച്ചു. അശ്വതി ചിരിപ്പിച്ചു, രാജേഷ്, എല്ലാവരും ചിരിപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര രസമുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി റിഫ്രഷിങ്. ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു. ഭയങ്കര ഫണ്ണായിരുന്നു. ആൻഡ് ഇറ്റ്സ് എൻ്റർടൈനിങ് ആയിരുന്നു മൊത്തത്തിൽ. ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ് ഇറ്റ് വാസ് എൻ്റർടൈനിങ്. ഇങ്ങനെ അഭിനയിച്ച ഒരു പടത്തിന് വേണ്ടി ഇത്രയധികം വെയിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ കണ്ട് തന്നെ ധീരനെ വിജയിപ്പിക്കണം. ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഒരുപാട് വലിയൊരു ടീമിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ധീരൻ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ കണ്ട്. എനിക്ക് തോന്നിയത് നിങ്ങൾ രണ്ടുപേരും ശരിക്കും ഒരേ വലിയില്ലേ സാറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ എൽദോസിൻ്റെ കഥാപാത്രം പറഞ്ഞു. എന്നെയും കണ്ടപ്പോൾ പറഞ്ഞു, ചേച്ചി നിങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്തുനിന്നാണോ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു സെറ്റിൽ ചെന്നപ്പം ചോദിച്ചു അമ്മയും മോളും ഓടാന്ന് ചോദിച്ചു. അതുപോലെ ഒരു മകനെയും ഞങ്ങൾക്ക് ഒരു പോലെയുള്ള ഒരു 3 പേരും ഒരേപോലെ രൂപത്തിലുള്ളത് വളരെ സന്തോഷമായി. സിനിമ കാണാനുള്ളൊരു റെസ്ട്രിക്ഷൻ നിങ്ങൾ വിചാരിച്ച പോലൊക്കെ കയ്യടിയും ഒക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു. ഓരോ കോമഡിയിൽ ആൾക്കാർ ചിരിക്കുന്നതും വിഷമിക്കുന്നതും ഒക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട്. ഈ പടം കഴിഞ്ഞിട്ടും ഇതിൽ രാജേഷേട്ടൻ്റെ സിസ്റ്റർ ക്യാരക്ടറാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഇമോഷൻ വിട്ടു പോയിട്ടില്ല. ശരിക്കും ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫീൽ ചെയ്യും. കാരണം നമുക്ക് ആ ലാസ്റ്റ്
ക്ലൈമാക്സ് പറയുന്നില്ല എന്നാൽ പിന്നെ പോലും നമുക്കത് ശരിക്കും മനസ്സിൽ നിന്ന് അറിയാണ്ട് അതെ ഞങ്ങൾ ശരിക്കും അഭിനയിക്കുന്ന സമയത്ത് റിയലായിട്ട് കരയായിരുന്നു രണ്ടുപേരും. ശരിക്കും ഒരു ഏട്ടൻ അനിയത്തി അല്ലെങ്കിൽ ഒരു അമ്മ ഒരു ഫാമിലി അതുപോലെ തന്നെയായിരുന്നു ഫീൽ ചെയ്തത്. താങ്ക് യു.